ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജു ആന്റണിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു പ്രതി റിജോയെ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? അരുണ്യ, അല്പസമയങ്ങൾക്ക് മുമ്പാണ് റിജോയുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചത്. പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അനുവദിച്ചത് 2 ദിവസം മാത്രമാണ്. 20-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ തിരിച്ച് ഹാജരാക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ തെളിവെടുപ്പടക്കം ബാക്കിയുണ്ട്, അന്വേഷണം ബാക്കിയുണ്ട്. മറ്റുള്ള ആളുകളുടെ പങ്കടക്കമുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം പരിശോധനയും അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു കോടതിക്ക് മുന്നിൽ ഈ കസ്റ്റഡി അപേക്ഷ വെക്കുമ്പോൾ പോലീസിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. സംഭവത്തിൽ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർണായക തെളിവെടുപ്പുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. പ്രതി ഈ മോഷണത്തിനായി ഉപയോഗിച്ച ഗ്ലൗസ്, ജാക്കറ്റ്, മാസ്ക് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങിയത് നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് വാങ്ങിയ സ്ഥലങ്ങളിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇയാൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറിലൂടെ സഞ്ചരിച്ച വഴികൾ ഏതൊക്കെയാണെന്ന് പ്രതിയെ കൊണ്ടുപോയി കണ്ടെത്തി ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി അത്തരം തെളിവെടുപ്പുകൾ കൂടി ബാക്കിയുണ്ട്. ഈ തുടരന്വേഷണത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിക്ക് മുന്നിൽ പോലീസ് അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ടാണ് തെളിവെടുപ്പടക്കം പൂർത്തീകരിച്ചു എന്നുള്ളത് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നു. ഈ ഗ്ലൗസ് അടക്കമുള്ള സംഗതികൾ കത്തിച്ചു കളഞ്ഞതായും പറയുന്നു. പിന്നെ കൂടുതൽ തെളിവെടുപ്പിൻ്റെതായിട്ടുള്ള ആവശ്യമില്ല, പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്നുള്ളതാണ് നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അധിക ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയോട് പറയുകയായിരുന്നു. ഇതേ തുടർന്ന് 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. 20-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. അതിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണം, തെളിവെടുപ്പടക്കം പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. പ്രധാനമായും ഇനിയും കേസിന്റെ തുടരന്വേഷണങ്ങൾ നടക്കാനുണ്ട്. റിജോയെ എത്തിച്ച് തെളിവെടുക്കുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഈ കേസിൽ മറ്റുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമുണ്ട്. പ്രതി ഈ മോഷ്ടിച്ചെടുത്തതിൽ 14,90,000 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. 10,000 രൂപയാണ് ഇയാൾ ചെലവഴിച്ചത്. ഇത് മദ്യം വാങ്ങാനും ഇറച്ചി വാങ്ങാനും അത്തരത്തിൽ ആഹാര സാധനങ്ങൾ വാങ്ങാനുമായി ചെലവഴിച്ചത് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ കവർച്ചയ്ക്ക് പിന്നിലെ മറ്റ് ലക്ഷ്യങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തണം. പ്രാഥമികമായി നിലവിൽ പ്രതിയുടെ ചോദ്യം ചെയ്യൽ അടക്കം ഇനിയും തുടരേണ്ടതുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പ്രതി ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ കൂടി പ്രതിയെ ചോദിച്ചറിയാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ അതേ തുടർന്ന് ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ അല്പസമയങ്ങൾക്കകം പ്രതിയെ കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പുറത്തേക്ക് കൊണ്ടുവരും. അരുണ്യ, തെളിവെടുപ്പിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.